ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഡ്രോസിനെ കുറിച്ചിട്ട് പറയാൻ വരുമ്പോൾ ജാനുവരി 23 ഒരു ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആണ്. അപ്പം ആ ഡ്രോയിൽ ആർക്കൊക്കെയാണ് ഇൻവിറ്റേഷൻസ് കിട്ടിയത്, എത്രയായിരുന്നു സ്കോറും, ഇനി എത്രത്തോളം ആൾക്കാരാണ് പൂൾ ഉള്ളത്. കാരണം നിങ്ങളിപ്പോൾ PR നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്കോർ വെച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എപ്പോഴാണ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻസ് കിട്ടുക എന്നുള്ളൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇനി വരാൻ പോകുന്ന LMI പോയിന്റ്സ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം പൂളിൽ ഇപ്പോൾ സ്റ്റിൽ ഉള്ള ഒരുപാട് ആൾക്കാരെ പോയിന്റ്സ് കുറയാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി ഒട്ടു തന്നെ സമയങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം ജാനുവരി 23 കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ് ഡ്രോ നടന്നത്. ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു എംപ്ലോയറിന്റെ അടിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴത്തേന് ആ കാറ്റഗറിയിൽ നമുക്ക് PR ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നോർമൽ വെയിലായിരിക്കും നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുക. പക്ഷേ ഇതിന്റെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിന്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ ഫയൽ ചെയ്യുന്നത്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിന്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത് ഡ്രോ നടന്നിട്ടുള്ളത്. അപ്പം ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരു 4000 ആൾക്കാർക്കാണ് ഇൻവിറ്റേഷൻസ് വന്നിട്ടുള്ളത്. CR സ്കോർ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ. നേരത്തെ എന്ന് പറഞ്ഞാലും ഒരു 540 ഒരു 550 ഒക്കെ ആണെങ്കിൽ ഇപ്രാവശ്യം വന്നേക്കുന്നത് 527 വന്നേക്കുന്നത്. അപ്പം 4000-ഓളം ആൾക്കാർക്കാണ് ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിന്റെ അണ്ടറിലും ഇൻവിറ്റേഷൻസ് കിട്ടിയിട്ടുള്ളത്. 4000-ഓളം വരുന്ന ആൾക്കാർക്കാണ് ഇൻവിറ്റേഷൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ IT ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും PR കിട്ടും. അപ്പൊ ഇനി നമുക്ക് നോക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാരാണ് ഇനി പൂളിലുള്ളത്, പല പല കാറ്റഗറി സ്കോറിൽ എത്രത്തോളം ആൾക്കാരാണ് ഉള്ളത് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആൾക്കാർക്ക് ഇപ്പം PR വെക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സ്കോർ കുറവാണെങ്കിൽ നമുക്ക് ഒന്നുകിലും നമുക്ക് IELTS എഴുതിയിട്ട് സ്കോർ കൂട്ടാൻ വേണ്ടി വരും. പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഏജ് ഉണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഏജിന്റെ അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ക്വാളിഫിക്കേഷൻ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ആൾക്കാർ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ആ പോയിന്റ്സ് കൂട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ IELTS എക്സാമിനേഷൻസ് ഇപ്പൊ 6.5 ആണെങ്കിൽ അതിന്റെ ഒരു സ്കോർ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 7.5 കിട്ടുവാണെങ്കിലും കുറച്ചും കൂടി സ്കോർ കൂടും. ഇപ്പൊ കുറെ ആൾക്കാർ ഫ്രഞ്ച് പഠിക്കുന്നുണ്ട്. ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനിപ്പോ CLB 7 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നല്ലൊരു സ്കോർ കിട്ടാൻ വേണ്ടിയുള്ള ചാൻസസ് ഉണ്ട്. ഇനിയും ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത് നന്നായിരിക്കും. കാരണം ഫ്രഞ്ച് ഒരുപാട് സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫാക്ടറാണ്. ഫ്രഞ്ചിന്റെ എക്സാം ഒക്കെ എഴുതിയിട്ട് ഈ IELTS പോലെ തന്നെ ഫ്രഞ്ചിന്റെ എക്സാം എഴുതിയിട്ട് സ്കോർ ചെയ്യുവാണെങ്കിൽ CR സ്കോർ നന്നായിട്ട് കൂടും. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LMI പോയിന്റ്സ് എടുത്ത് മാറ്റുമ്പോഴത്തേനും നമ്മുടെ ഒരു 50 മുതൽ 200 പോയിന്റ്സ് വരെ കുറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 600 പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു 500 പോയിന്റ്സ് ഉള്ള ഒരാളായിരുന്നു. ഇപ്പൊ LMI പോയിന്റ്സ് കൂടി കൂട്ടുമ്പോൾ ഇപ്പൊ LMI ഇനിയിപ്പോ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. LMI പോയിന്റ്സ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് LMI ത്രൂ ഒരു 200 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊരു 500 സ്കോർ ഉണ്ട്, ആ പോയിന്റ്സ് കൂടി കൂട്ടിയിട്ടാണെങ്കിൽ സ്കോർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ 300 പോയിന്റ്സ് ആയിരിക്കും. ഒരുപാട് ആൾക്കാർ സ്കോർ അങ്ങനെ കുറയും. കാരണം ഇപ്പം കുറെ ആൾക്കാർ സ്കോർ കൂട്ടാൻ വേണ്ടിയുള്ള ലാസ്റ്റത്തെ ഒരു ചാൻസ് ആയിട്ടായിരുന്നു LMI എടുത്തിരുന്നത്. ഈ ഒരു കാര്യം വെച്ചിട്ട് മുതലാക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് കാശൊക്കെ ഏൺ ചെയ്യും. അങ്ങനെയുള്ള കുറേ ഫ്രോഡ് തരങ്ങൾ നടന്നിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ LMI സ്കോർ കംപ്ലീറ്റ്ലി എടുത്തത്. അതായത് LMI എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആയിട്ടായിരുന്നു ഇവിടെ പൊക്കോണ്ടിരുന്നത്. എസ്പെഷ്യലി ഈ ഒരു CR സ്കോറിന്റെ കൂട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ സ്റ്റേ ബാക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വേറെ വാലിഡ് ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിലും നേരെ LMI കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് സ്വിച്ച് ഒക്കെ ചെയ്തു. അപ്പൊ അതെല്ലാം ഇനി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് സിസ്റ്റം എടുത്ത് മാറ്റിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൂളിൽ എത്ര പോയിന്റ്സിൽ എത്രത്തോളം ആൾക്കാർ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ സ്കോർ ഇപ്പൊ എത്രയാണ്, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻസ് ഒക്കെ കിട്ടും, എത്രത്തോളം ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഒരു 601 മുതൽ 1200 പോയിന്റ്സ് വരെ ഉള്ള ആൾക്കാർ 200 പേരാണ് പൂളിലുള്ളത്, എക്സ്പ്രസിന്റെ പൂളിലുള്ളത്. പിന്നെ 501 മുതൽ 600 വരുന്നത് 24,000-ഓളം ആൾക്കാരാണ് വരുന്നത്. അതായത് ഈ ഡ്രോ നടക്കുന്നതിന് മുമ്പ് ഡ്രോ നടന്നിരുന്നു, അപ്പൊ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോ നടന്നതിന് ശേഷമാണ് ഇത്രത്തോളം ആൾക്കാർ കൂടിയിട്ടുള്ളത്. പിന്നെ 451 മുതൽ 500 വരെ 67,548 ആൾക്കാരാണ് പൂളിലുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളം, നിങ്ങളുടെ പോയിന്റ്സ് ഇപ്പം 450-നും 500-നും ഇടയിലാണ് എങ്കിൽ 67,000 സംതിങ് ആൾക്കാരാണ് ആ പൂളിൽ നിങ്ങളോടൊപ്പം ഉള്ളത്. പിന്നെ ഉള്ളത് 400-നും 450-നും ഇടയിലാണെങ്കിൽ 62,426 ആൾക്കാരുണ്ട്. 351-നും 400-നും ഇടയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ 51,213 ആൾക്കാരാണ് ഉള്ളത്. പിന്നെ 300-നും 350-നും 21,903 ആൾക്കാരുള്ളത്. ഈ ഒരു 400-ന് താഴെയുള്ള പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്, കനേഡിയൻ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ആഡ് ചെയ്യാൻ പറ്റാത്ത നോർമൽ രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഇത്രയും സ്കോർ റേഞ്ചിൽ ഇത്രത്തോളം ആൾക്കാരാണ് പൂളിൽ ഇപ്പം ഉള്ളത്. ഇനിയിപ്പോ LMI
പോയിന്റ്സ് എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടിയ ആൾക്കാരെ പോയിന്റ്സ് കുറഞ്ഞിട്ടും നോർമൽ റേഞ്ചിലത്തേക്ക് വരും. അപ്പോൾ ചിലപ്പോൾ സ്കോർ കുറയാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇൻവിറ്റേഷൻസ് കിട്ടും. അത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പോയിന്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തിട്ട് LMI മേടിക്കുന്ന ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇൻവിറ്റേഷൻസ് കിട്ടാൻ ചാൻസസ് കുറവായിരുന്നു. ഇനിയിപ്പോൾ ഈ LMI പോയിന്റ്സ് എടുത്ത് മാറ്റുമ്പോഴത്തേനും ജെന്യുവിൻ ആയിട്ടുള്ള മെത്തേഡിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് സ്കോർ ഹൈ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ 2025 ഒരുപാട് ആൾക്കാർ ഡോക്യുമെന്റ് വാലിഡിറ്റി എക്സ്പയർ ആകുമ്പോഴത്തേക്കും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ അവരവരുടെ ഹോം കൺട്രിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ബട്ട് അവർ പോയാലും സ്റ്റിൽ അവർ ഈ പൂളിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻവിറ്റേഷൻസ് കിട്ടും എന്നാണ് പറയുന്നത്. കാരണം കുറച്ച് നാൾ അങ്ങോട്ടേക്ക് കഴിയുമ്പോഴത്തേന് പോയിന്റ്സ് കുറയുവാണെങ്കിലും IT ഇഷ്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്? ഇമിഗ്രേഷൻ എങ്ങനെ ആയിരിക്കും? എന്തെങ്കിലും ഹോപ്പ് ഉണ്ട്? ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാനഡ വിട്ട് വേറെ പല പല കൺട്രീസ് നോക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. അത് നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളാണ്, നിങ്ങൾ PR എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു റെസ്ട്രിക്ഷൻസ്, റൂൾ ചേഞ്ചസ് ഒക്കെ കാരണം സ്റ്റിൽ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, വേറെ എന്തെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.